അപ്പിത് നമ്മുടെ സൺഡേ ഫൺഡേ വീസ്റ്റേ ആണ്. നമുക്ക് വീട്ടിൽ പോവാം. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇന്നിപ്പോൾ ബീച്ചിൽ പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. നമ്മൾ നല്ല സന്തോഷത്തിലാണ് എല്ലാവരും ഇറങ്ങിയത്. ബീച്ചിൽ പോകണം, മണ്ണിൽ കളിക്കണം, വെള്ളത്തിൽ കളിക്കണം, കാഴ്ച തന്നെ സൺസെറ്റ് ആസ്വദിക്കണം. ഭയങ്കര പ്ലാനിങ്ങിലൊക്കെയാണ് കേട്ടോ. ബീച്ചിലെ തിരമാലകൾ നോക്കിയിരുന്നു കുറച്ച് നേരം. പിന്നെ നല്ലൊരു ഫ്രെയിം കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും ഓരോരോ ഈസ്തറ്റിക് ആയിട്ടുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. 3 പീക്കുകൾ ഞങ്ങൾ 2 ഞാനെൻ്റെ എനിക്കാണേ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കപ്പലെണ്ണിയൊക്കെ തീർന്ന് പിള്ളേരെ മണ്ണും വാരി ഇറങ്ങി. വാപ്പ അതിൻ്റെ ഇടയിൽ ബിസിയാണ്. എന്നാലും കളിക്കണ ആസ്വദിച്ച് നമ്മളിങ്ങനെ ഇരുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മണ്ണല്ലേ ആരാമ്പിക്കാൻ. ഇത് പിന്നെ ഞങ്ങൾ ആ കുഞ്ഞിപ്പെണ്ണ് മഴ കാലം അലങ്കരിക്കണേ. മണ്ണിട്ട് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിനെന്തോ നല്ല സുഖമാണ് പറയും. കുഞ്ഞിപ്പെണ്ണ് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഞാനും കുറച്ച് നേരം മണ്ണിലൊക്കെ കളിച്ച് ഒരു ക്രാബും മീനിനെയൊക്കെ ഉണ്ടാക്കി. അവരെ കളിക്കണില്ല, ഞാനേലും കളിക്കട്ടേന്ന് മോളായി എന്നാ ഞാൻ ഉണ്ടാക്കണമെന്നുണ്ടോ ക്രാബിനെ മീനിൻ്റെയൊക്കെ പ്രൊഫഷണൽ. അതിൻ്റെ ഇടയ്ക്ക് സ്ക്രീനില്ല എല്ലാം കളഞ്ഞ ഡ്രസ്സും വീഡിയോയും ഷൂട്ടായി പോയി. എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോ ആയി പോയില്ലേ. പിന്നെ എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു എസ്തറ്റിക് വീഡിയോ ഒക്കെ വേണ്ടി കരച്ചിലും ഭാഗമൊക്കെ ആയിരുന്നെങ്കിലും കുറച്ച് ലെവൽ 5 മിനിറ്റേക്കാളും ഓസേണ്ടാവും. നന്നായി വെള്ളം അലർജിയുള്ള മുഖ്യാനായിട്ട് കിട്ടി. ഓസയുടെ കണ്ട സൺസെറ്റ് നോക്കി നിൽക്കുന്ന എൻ്റെ രാജകുമാരി. അത് കണ്ടപ്പോൾ ഞങ്ങളുടെ എനിക്കും അനിയത്തിക്കും എസ്തറ്റിക് വീഡിയോ ആണോന്നും പറഞ്ഞ് പിള്ളേരായിട്ട് അവരും നിൽക്കുന്നു. അങ്ങനെ അതും ഷൂട്ട് ചെയ്തു. അതിന് ശേഷമാണ് ലാസ്റ്റ് തിരിച്ചു പോകണമല്ലോ. ഇരുന്നോടത്തന്നെ എങ്ങനെ എണീക്കും, ആരെങ്കിലും രക്ഷിക്കണേ. നമ്മപ്പോൾ തന്നെ ഞാൻ ഉമ്മിനെ പൊക്കിക്കോളാമെന്നും പറഞ്ഞു. നമ്മൾക്ക് പൊക്കാൻ പറ്റാണ്ട് കഷ്ടപ്പാട് വരണം. ഇതും ഷൂട്ട് ചെയ്ത് നിൽക്കുന്ന എൻ്റെ അളിയായിരിക്കും. ലാസ്റ്റ് അളിയൻ തയ്യാറെടുക്കുന്നു, എൻ്റെ ഉമ്മിനെ പൊക്കുന്നു, അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു. അങ്ങനെ മിഷൻ സക്സസ് ആകുന്നു. തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര. തിരിച്ച് പോണ വഴി പെട്ടെന്ന് പറയാനുണ്ടാവുന്ന ഒരു 1.5 പുഴയിലേക്ക് പെട്ടു. 1.5-2 മണിക്കൂർ ഞങ്ങൾ അവിടെ എഞ്ചിലോട് വഴി പോയി. സുഭാഷ് പാർക്കിൻ്റെ അവിടെ കിട്ടിയ ബ്ലോക്കാണ് കാണാൻ. എന്തൊക്കെയാണെങ്കിൽ കാണാൻ നല്ലൊരു ആനച്ചന്തോക്കുണ്ട്. എന്താ ലൈറ്റ്സ് ഒക്കെ ഇട്ട് അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുക. ലാസ്റ്റ് വിട്ടു. അങ്ങനെ ട്രിപ്പും കഴിഞ്ഞ് ലാസ്റ്റ് വീടെത്തിയപ്പോൾ ഞങ്ങൾ ഒരു 8 മണിയായി ഗൈസ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.